വിശദാംശങ്ങളിലേക്ക് പോകുന്നു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് പ്രധാനമായും ശശിധരൻ കർത്തയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ചോദിച്ചറിഞ്ഞതെന്ന് മനസ്സിലാകുന്നു? ഫിജി, പ്രധാനമായും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ് ശശിധരൻ കർത്തയിൽ നിന്ന് ചോദിച്ചറിയുന്നത്. ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ശശിധരൻ കർത്തയ്ക്ക് 2 തവണ നോട്ടീസ് നൽകിയത്. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർത്ത ഹാജരാകാതിരുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നേരിട്ടെത്തി മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ. ആലുവയിലെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെത്തി ശശിധരൻ കർത്തയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. എക്സാലോജിക്കുമായിട്ട് CMRL നടത്തിയിരിക്കുന്ന ഇടപാടുകളും കരാറുകളും സംബന്ധിച്ചാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ. ഈ 1,72,00,000 രൂപ CMRL കമ്പനി എക്സാലോജിക്കിന് കൈമാറി എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ആരോപണം. ഇത് കൈമാറിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും ഇതിന് പകരമായിട്ട് നൽകിയിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്. ഒപ്പം തന്നെ ഈ ചീഫ് ഫിനാൻസ് ഓഫീസറെയും ഇപ്പോൾ ED ചോദ്യം ചെയ്തു വരികയാണ്. ചീഫ് ഫിനാൻസ് ഓഫീസറായിട്ടുള്ള സുരേഷ് കുമാറിന് ഇന്നലെ തന്നെ ED നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലാണ് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലും സമാന്തരമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർത്തയുടെ ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ് ഫിജി. ശരി.